അഭിമുഖം. ആകാശവാണി കവരത്തി നിലയത്തിൻ്റെ അഭിമുഖം പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന വിഷയം ഭാരതത്തിലെ ഏറ്റവും പഴക്കമേറിയതും പ്രശസ്തവുമായ ഒരു മത്സരമാണ് സുബ്രതോ കപ്പ്. ഈ ഇൻ്റർനാഷണൽ ഫുട്ബോൾ ടൂർണമെൻറ്റിനായി ഇന്ത്യയിലെ ഓരോ സംസ്ഥാനവും ഇന്ന് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല, ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളായ ശ്രീലങ്ക, നേപ്പാൾ, ഭൂട്ടാൻ തുടങ്ങിയ ഏഷ്യൻ രാജ്യങ്ങളും ഈ ഒരു മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ ഒരു മഹത്തായ കായിക മാമാങ്കത്തിന് വേണ്ടി നമ്മുടെ ദ്വീപുകളും തയ്യാറാവുകയാണ്. അപ്പോൾ സുബ്രതോ കപ്പ് ഇൻ്റർനാഷണൽ ഫുട്ബോൾ ടൂർണമെൻറ്റിനായിട്ടുള്ള സെലക്ഷൻ മത്സരങ്ങൾ എല്ലാ സംസ്ഥാനങ്ങളിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനായി നമ്മുടെ വിവിധ ദ്വീപുകളിൽ നിന്ന് ഈ മൺസൂണിൻ്റെ പ്രയാസങ്ങളെയും മറികടന്നുകൊണ്ട് ദ്വീപിലെ കായിക താരങ്ങൾ തലസ്ഥാന നഗരിയായ കവരത്തിയിലെത്തിയിരിക്കുകയാണ്. നമുക്കറിയാം, സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഈ ഒരു കായിക മത്സരത്തിനുള്ള ആരവങ്ങൾ ഉയർന്നു കേൾക്കുകയാണ്. സുബ്രതോ കപ്പ് ഇൻ്റർനാഷണൽ ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ സെലക്ഷൻ കമ്മിറ്റിയുടെ സെക്രട്ടറിയും അതുപോലെ തന്നെ PM ശ്രീ ഗവൺമെൻറ് സീനിയർ സെക്കൻഡറി സ്കൂൾ കവരത്തിയിലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറുമായ ശ്രീ ആഷിഖാണ് ഇന്ന് നമ്മോടൊപ്പമുള്ള അതിഥി. അദ്ദേഹത്തെ ആദരപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. നമസ്കാരം. ആദ്യമായിട്ട് തന്നെ എനിക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നു തന്നെ ആകാശവാണി കവരത്തിയിലെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ തവണത്തെ സുബ്രതോ കപ്പ് സെലക്ഷൻ ടൂർണമെൻറ്റിൽ ലഭിച്ച ഒരു ജനങ്ങളുടെ പങ്കാളിത്തം, നാട്ടുകാരുടെ ഒരു സഹകരണം, അതുപോലെ തന്നെ വിവിധ ദ്വീപുകളിൽ നിന്ന് എത്തിയിട്ടുള്ള ടീമുകളുടെ ഒരു പ്രതികരണം, ഇതൊക്കെ എങ്ങനെ വിലയിരുത്തുന്നു? തീർച്ചയായിട്ടും 100% നമ്മൾക്ക് പിന്തുണ ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ കവരത്തി ദ്വീപായാലും അവരുടെ പങ്കാളിത്തം എന്ന് പറയുന്നത് നമ്മുടെ ഗാലറി മൊത്തം നാട്ടുകാർ കൈയടക്കിയ അവസ്ഥയിലായിരുന്നു. പ്രത്യേകിച്ച് മാസ് ഡിസ്പ്ലേ ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു ആവേശം അവിടെ കാണാനുണ്ടായിരുന്നു. അവരുടെ കയ്യടിയും അങ്ങനെ അവരുടെ നല്ല പങ്കാളിത്തമായിരുന്നു. എല്ലാ ദ്വീപുകളിൽ നിന്നുമുള്ള നല്ല നല്ല സന്ദേശങ്ങളും നല്ല അഭിപ്രായങ്ങളും ഒക്കെ നമ്മൾക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിനു വേണ്ടി നമ്മൾ തയ്യാറാക്കിയ ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. അതിലൂടെ അവരുടെ അഭിപ്രായങ്ങളും അവരുടെ ഉപദേശങ്ങളും ഒക്കെ തരുന്നുണ്ട്. 100% നമ്മളുടെ നാട്ടിനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ അധ്യാപകരും വിദ്യാർത്ഥികളും കായിക പ്രേമികളും അങ്ങനെ വേണ്ട എല്ലാവരും നമ്മൾക്ക് ഇതിനു വേണ്ടി നല്ലൊരു സപ്പോർട്ടും തരുന്നുണ്ട്. നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകാനും കഴിയുന്നുണ്ട്. ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കായിക താരങ്ങൾ, കായിക പ്രേമികൾ അവർ മത്സരങ്ങൾ വളരെ അച്ചടക്കത്തോടു കൂടിയും സ്പോർട്സ്മാൻ സ്പിരിറ്റോടു കൂടിയും പങ്കെടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഇന്നലെ ഇതിൻ്റെ ഇനാഗുറേഷൻ മീറ്റായിരുന്നു. ഫുട്ബോൾ കളീനെ എന്നും നെഞ്ചോട് ചേർക്കുന്ന ഒരു ജനവിഭാഗമാണ് ദ്വീപിലെ ജനങ്ങൾ. എന്നാൽ പോലും ഈ ഒരു മൺസൂൺ സീസണിൽ ഒരു സ്ഥലത്ത് എത്തിച്ചേരുക എന്നുള്ളത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. എങ്കിലും വിവിധ ദ്വീപുകളിൽ നിന്നുള്ള കളിക്കാരെയും ഒഫീഷ്യലുകളെയും ഒക്കെ ഈ ഒരു ഒറ്റ കേന്ദ്രത്തിലേക്ക് എത്തിച്ച് ഇത്തരം ഒരു വലിയ ടൂർണമെൻറ്റ് സംഘടിപ്പിക്കുക എന്നത് പ്രയാസമുള്ളൊരു കാര്യം തന്നെയാണ്. ഇത് സംഘടിപ്പിക്കുമ്പോൾ നേരിട്ട പ്രധാനപ്പെട്ട വെല്ലുവിളികളൊക്കെ എന്തായിരുന്നു? എങ്ങനെയാണ് അതിനെ മറികടന്നത്? തീർച്ചയായിട്ടും ഇത് ഒരു നല്ല വെല്ലുവിളി തന്നെയായിരുന്നു. പക്ഷേ ആദ്യം നമ്മളുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്പോർട്സ് ആൻഡ് യൂത്ത് അഫയേഴ്സ് വെൽ പ്ലാൻഡ് ആയിട്ട് ഓരോ വർഷവും അവർക്ക് സ്പോർട്സ് അക്കാഡമിക് കലണ്ടർ ഇറക്കുന്നുണ്ട്. അതുപ്രകാരമാണ് ഓരോ ടൂർണമെൻറ്റ് ഷെഡ്യൂൾ ചെയ്യുന്നത്. ഉദാഹരണത്തിന് സുബ്രതോ മുഖർജി ആയാലും ലക്ഷദ്വീപ് സ്കൂൾ ഗെയിംസ് ആയാലും ഇൻ്റർ ഐലൻഡ് കോമ്പറ്റീഷൻ ആയാലും എന്തായാലും നമ്മൾക്കൊരു പ്രീ പ്ലാൻഡ് ഡേറ്റ് ഉണ്ടാവും. അപ്പോൾ അനുസരിച്ച് നമ്മളൊരു ഷെഡ്യൂൾ ഉണ്ടാക്കിയിട്ട് പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അത് കൊടുക്കും. അത് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ അടുത്ത മാസമാണ് ഈ കോമ്പറ്റീഷൻ തുടങ്ങുന്നത്. വെൽ ഇൻ അഡ്വാൻസ് ആയിട്ട് ഒരു മാസം മുമ്പേ നമ്മൾ ഈ ഷെഡ്യൂൾ കൊടുക്കും. ഇന്ന കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് പോകാനും വരാനുമുള്ള ടിക്കറ്റൊക്കെ ബ്ലോക്ക് ചെയ്യണം. അവർക്ക് ടിക്കറ്റ് വേണം. അതിനെക്കുറിച്ചൊരു റിക്വസ്റ്റും കാര്യങ്ങളും കൊടുക്കും. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഓരോ ഐലൻഡിലുള്ള കണ്ടീജൻറ്റിൻ്റെ ഉദാഹരണം പറയുകയാണ്, ഒരു നാട്ടിൽ നിന്ന് 32 പ്ലേയേഴ്സും 3 ഒഫീഷ്യൽസ്, അങ്ങനെ 35 പേരുണ്ടാവും. അപ്പോൾ അവർക്ക് വരാനും തിരിച്ചു പോകാനുമുള്ള ടിക്കറ്റുകളൊക്കെ ബ്ലോക്ക് ചെയ്യാൻ നേരത്തെ തന്നെ അവർക്ക് ലെറ്റർ കൊടുക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് അതിനൊരു കാൽക്കുലേഷനൊക്കെ നടത്തി അവർ വരുന്ന മാസത്തിലെ ഷെഡ്യൂളിൽ അത് ഉൾപ്പെടുത്തുന്നതുകൊണ്ട് നന്നായിട്ട് നമ്മൾക്ക് കുട്ടികളെ എത്തിക്കാനും തിരിച്ചുകൊണ്ട് അവരുടെ ഡെസ്റ്റിനേഷനിലേക്ക് അവിടേക്ക് എത്തിക്കാനും സാധിക്കുന്നുണ്ട്. പക്ഷേ എന്നാലും ഈ ഒരു മൺസൂൺ സീസണിൽ കപ്പലിൻ്റെ എണ്ണം കുറവാണ്, യാത്രക്കാരുടെ എണ്ണം കൂടുതലാണ്. ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത്?
അല്ല, ഈ സാഹചര്യം വന്നാൽ തന്നെ എല്ലാത്തിനും നമ്മൾക്ക് മുമ്പിൽ വരുന്നത് പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റാണ്. അവരാണ് ഷിപ്പ് ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പോൾ അവർക്കും ഈ സ്പോർട്സിന് ഇങ്ങനെ വളർത്തിക്കൊണ്ട് പോകുക എന്നുള്ളത് അവരുടെയും ഒരു താല്പര്യമാണ്. അവർക്കും അതിനോട് ഉള്ള കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. അതുകൊണ്ടായിരിക്കും അവർ പ്രീ പ്ലാൻ ചെയ്ത വർക്കൗട്ട് ചെയ്ത കറക്റ്റ് ഷെഡ്യൂളൊക്കെ ഇറക്കുന്നത്. അപ്പോൾ അങ്ങനെ ഈ അവസരത്തിൽ പറയാനുള്ളത് ശരിക്കും ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്പോർട്സ് ആൻഡ് യൂത്ത് അഫയേഴ്സിൻ്റെ പേരിലും ഓർഗനൈസിംഗ് കമ്മിറ്റിയുടെ പേരിലും പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് അഗേതമായ നന്ദി രേഖപ്പെടുത്തുന്നു. ഇതിൻ്റെ സംഘാടകരാരൊക്കെയാണ്? സംഘാടകർ എന്ന് പറയുന്നത് ഡയറക്ടർ ഓഫ് സ്പോർട്സ് ആൻഡ് യൂത്ത് അഫയേഴ്സ് ഉണ്ട്, ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ ഉണ്ട്, ഓർഗനൈസിംഗ് കമ്മിറ്റി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ PM ശ്രീ ഗവൺമെൻറ് സീനിയർ സെക്കൻഡറി സ്കൂളിലെ ചെയർമാൻ ഹാഷിം സാറ്, വൈസ് ചെയർമാൻ ഉണ്ട്, അതിൻ്റെ കമ്മിറ്റി മെമ്പേഴ്സ് ഉണ്ട്. അതിൽ ബഹുമാനപ്പെട്ട ബ്ലോക്ക് ഡെവലപ്മെൻറ്റ് ഓഫീസർ ഉണ്ടാവും, അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഇലക്ട്രിസിറ്റി ഉണ്ടാവും, അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ PWD ഉണ്ടാവും, പിന്നെ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഉണ്ടാവും. അങ്ങനെ ഉള്ള ഒരു കമ്മിറ്റി, ടെക്നിക്കൽ കമ്മിറ്റി, അങ്ങനെ പിന്നെ അതിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സ് ഉണ്ടാവും, കോച്ചസ് ഉണ്ടാവും, അതേപോലെ തന്നെ റഫറീസ് ഉണ്ടാവും. അങ്ങനെ അടങ്ങുന്ന ഒരു കമ്മിറ്റിയാണ് ഇതിൻ്റെ ഓർഗനൈസിങ് കമ്മിറ്റി എന്ന് പറയുന്നത്. വിവിധ ദ്വീപുകളിൽ നിന്നായിട്ട് കായിക താരങ്ങൾ എത്തിയിരിക്കുകയാണ്. നമ്മുടെ ഒഫീഷ്യൽസും ഇതിൻ്റെ മത്സര സംഘാടകരും കോച്ചസും റഫറീസും ഒക്കെ നമ്മുടെ ദ്വീപുകാർ തന്നെയാണ്. ഇതിൽ നിന്നാണ് നമുക്ക് ടീമിനെ തിരഞ്ഞെടുക്കേണ്ടത്. അതെ അതെ, ഇത് ഭയങ്കര ഒരു എന്താ പറയുക, ഒരു പ്രയാസകരമായ ഒരു കാര്യമാണ്. എങ്കിലും ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഒരു സുതാര്യതയും അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ക്വാളിറ്റിയും നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് നമ്മൾ പോകുന്നത്. ഏറ്റവും നല്ല കളിക്കാരെ നമ്മൾ ഇതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നത്. എങ്ങനെയാണ് ഇതിൻ്റെ ഒരു സെലക്ഷൻ പ്രോസസ്സ്? ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ഈ സുബ്രതോ മുഖർജി കപ്പ് ഫുട്ബോൾ സെലക്ഷൻ ടൂർണമെൻറ്റ് നോംസ് അനുസരിച്ച് ഏത് സ്കൂളാണോ വിൻ ചെയ്യുന്ന അവരാണ് ഇൻ്റർനാഷണൽ ലെവൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകുക. കഴിഞ്ഞ വർഷമാണ് അണ്ടർ 17 ഗേൾസ് വിഭാഗത്തിൽ ഫുട്ബോൾ സുബ്രതോ മുഖർജിയിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിനു മുമ്പ് പോയിട്ടില്ല. അതിനു മുമ്പ് ഗേൾസ് ഉണ്ടായിരുന്ന ഗേൾസ് ആ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കീഴിൽ ആന്ധ്രത്തിലുണ്ടല്ലോ, അവിടെ നിന്ന് അവർ നാഷണൽസൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ എന്നിട്ട് ആ ഇൻ്റർ ഐലൻഡ് ലെവലിലൊരു കോമ്പറ്റീഷൻ വരുന്ന കഴിഞ്ഞ വർഷമാണ് നമ്മൾ തുടക്കം കുറിച്ചത്. അപ്പോൾ അതിലെടുത്ത് പറയുകയാണെങ്കിൽ 7 ദ്വീപുകളിൽ നിന്നായിരുന്നു ഒരു പാർട്ടിസിപ്പേഷൻ ഉള്ളത്. ചേത്തലാംകുളത്തൻ ദ്വീപിൽ നിന്ന് പാർട്ടിസിപ്പേഷൻ ഉണ്ടായിട്ടില്ല. പക്ഷെ അതിൽ എടുത്തു പറയേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ ഒരു സംരംഭം ഡിപ്പാർട്ട്മെൻറ്റ് ഇങ്ങനെ ഒരു വാതിൽ തുറന്നു വരുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് നമുക്ക് കായിക താരങ്ങൾ ഇങ്ങനെ എടുത്ത് ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന് കൊണ്ടുപോയി ഇൻ്റർനാഷണൽ ലെവലിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്തം ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളിപ്പോൾ സെലക്ഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യമൊക്കെ കുറച്ച് വിഷമം ഉണ്ടായിരുന്നു. കുട്ടികൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമോ, പ്രത്യേകിച്ച് നമ്മുടെ ലക്ഷദ്വീപ് കണ്ടീഷൻ അറിയാലോ. അപ്പോൾ അങ്ങനെ ഒരു കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ സെലക്ഷൻ പ്രോസസ്സ് കഴിഞ്ഞപ്പോൾ കുറച്ച് കുട്ടികൾ വന്ന് നമ്മൾ ട്രെയിൻ ചെയ്തു, കോമ്പീറ്റ് ചെയ്തു. ആ കോമ്പീറ്റ് ചെയ്തപ്പോൾ അവർ അതിൽ ആന്ധ്രോത്ത് വിന്നേഴ്സ് ആയിരുന്നു. റണ്ണറപ്പ് അഗത്തിയും സെക്കൻഡ് റണ്ണറപ്പ് കവരത്തിയുമായിരുന്നു. ഈ വർഷം എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മളുടെ 9 ദ്വീപിൽ നിന്നും ഗേൾസ് പാർട്ടിസിപ്പേഷൻ ഉണ്ട്. അപ്പോൾ അത് നമ്മൾക്ക് നല്ല ഒരു മെച്ചപ്പെട്ട കായിക ഇത് വളർത്തിക്കൊണ്ടുവരുന്നതാണ്. അതിലൂടെ പുതിയ പുതിയ കുട്ടികൾ വരുന്നുണ്ട്, പങ്കാളിത്തം കൂടിക്കൊണ്ട് വരികയാണ്. അവരുടെ ബോൾ കൺട്രോള്, ഫിറ്റ്നസ്, ഇതെല്ലാം നമ്മൾക്ക് മെച്ചപ്പെട്ട് വരിക. ഭാവിയിൽ നമ്മൾ ഒരു 2-3 വർഷങ്ങളൊക്കെ കഴിയുമ്പോൾ ഇത് കോമ്പറ്റീഷൻ്റെ ലെവൽ മാറും. കാരണം കഴിഞ്ഞ വർഷം കോമ്പീറ്റ് ചെയ്ത പോലെയല്ല ഈ വർഷം, അതിനേക്കാളും മെച്ചപ്പെട്ട് വരികയാണ്. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിന് വളരെയധികം നന്ദി പറയണം. കാരണം നമ്മൾക്ക് പെൺകുട്ടികളുടെ പങ്കാളിത്തം സ്പോർട്സിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് അവർ ചെയ്ത ഏറ്റവും നല്ല കാര്യമാണ്. അതുപോലെ എടുത്തു പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ വരുന്ന LSGയിൽ സ്വിമ്മിങ് കൂടി ഗേൾസിന് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ ഫസ്റ്റ് ടൈമാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ 2 തലത്തിലും ബോയ്സിലായാലും ഗേൾസിലായാലും പൊതു കായിക താരങ്ങൾക്ക് വളരാനുള്ള എല്ലാ മേഖലകളും ഡിപ്പാർട്ട്മെൻറ്റ് തുറന്നു തരുന്നുണ്ട്. ഈ അവസരത്തിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്പോർട്സ് ആൻഡ് യൂത്ത് അഫയേഴ്സിന് എല്ലാ കായിക പ്രേമികളുടെയും പേരിൽ നന്ദി അറിയിക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ ഈ കായിക താരങ്ങളെ ഗ്രാസ് റൂട്ടിൽ നിന്ന് തന്നെ അവരെ പരിപോഷിപ്പിച്ച് വളർത്തിയെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് 1960കളിൽ നമ്മുടെ ഈ സുബ്രതോ കപ്പ് ഫുട്ബോൾ ടൂർണമെൻറ്റ് ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ലക്ഷദ്വീപിലും ഫുട്ബോൾ അക്കാഡമികളുണ്ട്, അതുപോലെ സായി സെൻ്ററുകളുണ്ട്. ഇങ്ങനെ ഗ്രാസ് റൂട്ട് ലെവല് ട്രെയിനിങ് തുടങ്ങിയ 2 സ്ഥാപനങ്ങളാണിത്. അവിടെ നിന്നുള്ള ടീമുകൾ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ സായി സെൻറ്ററിൽ നിന്നുള്ള കുട്ടികളാണ് അതിൽ സെലക്ഷൻ പ്രോസസ്സ് എനിക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. ആന്ധ്രദ്വീപിലെ മിക്കവാറുമുള്ള കുട്ടികളൊക്കെ അവിടെ സായി സെൻറ്ററിലുള്ള കുട്ടികളാണ് ഗേൾസിൽ വരുന്നത്. നന്നായിട്ട് പെർഫോം ചെയ്യും, നല്ല ബോയ്സും ഗേൾസും വരുന്നത്. അതേപോലെ അമ്മിനി ദ്വീപിൽ നമ്മുടെ ലക്ഷദ്വീപ് ഫുട്ബോൾ അക്കാഡമി ഉണ്ട്. അവിടെ നിന്നും നല്ല അണ്ടർ 17 ലെവലിലുള്ള കുട്ടികളുണ്ട്, അണ്ടർ 14 ലെവലിലുള്ള കുട്ടികളുണ്ട്.
അപ്പോൾ ഈ വർഷം ഡിപ്പാർട്ട്മെൻറ്റ് അണ്ടർ 14 ലെവലുള്ള ബോയ്സിന് വേണ്ടി ഫുട്ബോൾ മത്സരം ലക്ഷദ്വീപ് സ്കൂൾ ഗെയിംസിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നോക്കുന്നത് ഗ്രാസ് റൂട്ട് ലെവലിൽ നമ്മൾക്ക് എങ്ങനെ വളർത്തിക്കൊണ്ട് പോവാം എന്നുള്ള ഒരു സംരംഭമാണ് നോക്കേണ്ടത്. തീർച്ചയായിട്ടും വരും കാലങ്ങളിൽ നമ്മൾക്ക് ഇതിനേക്കാളും കൂടുതൽ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ നമ്മൾ ഈ സ്കൂൾ തലത്തിൽ തന്നെ ഒരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ എന്നുള്ള നിലയിൽ ചോദിക്കുകയാണ്, നമുക്ക് കായിക താരങ്ങളെ തിരിച്ചറിയുകയും എന്നാൽ നമുക്ക് അവർക്ക് വേണ്ട രീതിയിലുള്ള പരിശീലനം നൽകാൻ കഴിയാതെ വരികയും നല്ല പെർഫോമൻസ് അവർ കാഴ്ചവെക്കുകയും ചെയ്യുന്നുണ്ട്. അവർക്ക് നല്ല മെച്ചപ്പെട്ട ഒരു കായിക പരിശീലനം കൊടുത്താൽ ഇതിലും നല്ല കായിക താരങ്ങളായിട്ട് വളർന്നു വരാൻ സാധ്യതയുള്ള താരങ്ങളാണെന്ന് വിചാരിക്കുക. അവരെ നമുക്ക് ഇങ്ങനത്തെ മത്സരങ്ങളിൽ മാത്രമാണ് കണ്ടെത്താൻ സാധിക്കുന്നത്. അവരെ കണ്ടെത്തി ഇങ്ങനത്തെ ഒരു മത്സരത്തിന് വേണ്ടി പരിപോഷിക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത്? അല്ല, നമ്മൾ ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന് വളർത്തിക്കൊണ്ട് വരിക എന്നുള്ള ഇതിൻ്റെ ലക്ഷ്യമിട്ടാണ് നമ്മൾ ഇൻ്റർ JV പോലെയുള്ള മത്സരങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റ് സംഘടിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഇൻ്റർ JV ലെവൽ എന്ന് പറയുന്നത് ബോയ്സ് ആൻഡ് ഗേൾസിൻ്റെ 1 മുതൽ 5ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് നമ്മൾ ഇൻ്റർ JV മത്സരങ്ങൾ നടത്തുന്നത്. തീർച്ചയായിട്ടും ഈ ഇൻ്റർ JV മത്സരങ്ങളിൽ നിന്നാണ് ഇവർ എന്ത് ചെയ്യുന്നത്, അടുത്ത സ്റ്റെപ്പിലേക്ക് കയറി വന്നത്. ഇവരുടെ ചുവട് വെപ്പ് എന്ന് പറയുന്ന ഇൻ്റർ JV ആണ്. അതിൽ നിന്നാണ് താരങ്ങൾ ഇങ്ങനെ ഉയർന്നു വരുന്നത്. അപ്പോൾ നമ്മൾ നോക്കും ഇൻ്റർ JV മത്സരങ്ങളിൽ നല്ല പെർഫോമൻസ് വെക്കുന്ന കുട്ടികളെ ഓൾറെഡി നോട്ട് ചെയ്തിട്ടുണ്ടാവും. അവർ 6ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ അവരെ ലക്ഷദ്വീപ് സ്കൂൾ ഗെയിംസിലേക്കുള്ള ഒരു ചുവട് വെപ്പ് എന്നുള്ള രീതി നമ്മൾ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ ഓരോ ലെവലിലും നമ്മളിങ്ങനെ വളർത്തി കൊണ്ടുവന്ന് ഇപ്പം മുബസ്സിന മുഹമ്മദിനെ എടുത്ത് കഴിഞ്ഞാൽ ഇൻ്റർ JV എന്ന് തുടങ്ങി ഇപ്പോൾ ഇൻ്റർനാഷണൽ ലെവൽ വരെ വളർന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ അക്രമിനെ എടുത്തു കഴിഞ്ഞാൽ ഈ ചെറിയ സ്കൂൾ കായികമേള തുടങ്ങിയിട്ട് ഇപ്പം നാഷണൽ ലെവലിലേക്ക് ഉയർന്ന ഒരു കളിക്കാരനായി മാറി. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മളുടെ ലക്ഷദ്വീപിലുള്ള എല്ലാ കായിക താരങ്ങളും വളരെ മുൻപന്തിയിൽ നാഷണൽ ഇൻ്റർനാഷണൽ ലെവലിലേക്ക് എത്താനുള്ള പരിപാടികളാണ് ഡിപ്പാർട്ട്മെൻറ്റ് ആസൂത്രണം. കാരണം ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പോൾ വളരാൻ വേണ്ടി എല്ലാ മേഖലയിലും ഇപ്പോൾ ലക്ഷദ്വീപ് ഗെയിംസ് എന്ന് പറഞ്ഞിട്ട് ഏതായാലും നമ്മുടെ സുബ്രതോ കപ്പിനുള്ള സെലക്ഷൻ ടൂർണമെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. മുൻ വർഷങ്ങളെയൊക്കെ അപേക്ഷിച്ച് ഇത്തവണ പങ്കെടുക്കുന്ന കുട്ടികളുടെ കായിക ക്ഷമതയിലും കളി മികവിലുമൊക്കെ എന്തെങ്കിലും പുരോഗതി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഈ വർഷം മുൻ വർഷത്തേക്കാളും നല്ല രീതിയിലുള്ള പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്നുണ്ട്. അവരുടെ സ്ട്രാറ്റജി എടുത്താലും ബോൾ കൺട്രോൾ എടുത്താലും അവരുടെ കളിയിലെ മികവുകളും ഫിറ്റ്നസ്സും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തേക്കാളും ഈ വർഷം മെച്ചപ്പെട്ടു വരുന്ന ഓരോ വർഷവും നമ്മൾക്ക് മെച്ചപ്പെട്ടു വരും തോറും നമ്മൾക്ക് അന്തർദേശീയ തലത്തിൽ കോമ്പീറ്റ് ചെയ്യാനുള്ള ഒരു കോമ്പിറ്റൻസി വർദ്ധിക്കുന്നുണ്ട്. അപ്പോൾ അതേപോലെയാണ് അവരെ ഫിറ്റ്നസ് ലെവലായാലും ബോൾ കൺട്രോൾ ആയാലും അവർ സ്കില്ലായാലും ടെക്നിക് സ്റ്റാറ്റിക്സ് ഒക്കെ മുൻ വർഷത്തേക്കാളും മെച്ചപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ കളിക്കാർക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങളും പിന്നെ അവരുടെ ക്ഷേമവും പ്രധാനമായും ഇപ്പോൾ മറ്റു ദ്വീപുകളിൽ നിന്ന് എത്തിയ കോച്ച് അല്ലെങ്കിൽ കായിക താരങ്ങൾ അവർക്കുള്ള താമസ സൗകര്യം, കൃത്യമായ പോഷകാഹാരം, അതുപോലെ തന്നെ മെഡിക്കൽ ഹെൽപ്പ്, വൈദ്യസഹായം തുടങ്ങിയവ ഉറപ്പാക്കാൻ ഈ ടൂർണമെൻറ്റ് കമ്മിറ്റി എന്തൊക്കെ ക്രമീകരണങ്ങളാണ് ചെയ്തിരിക്കുന്നത്? ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്പോർട്സ് ആൻഡ് യൂത്ത് അഫയേഴ്സ് ഓൾറെഡി അവർക്ക് അവരുടെ ഭക്ഷണത്തിനും താമസത്തിനുള്ള പൈസ ഓൾറെഡി നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് അവരുടെ ടീം മാനേജറാണ് അവർക്ക് അക്കോമഡേഷൻ എവിടെയാണോ, ഫുഡ് എവിടെയാണോ കംഫർട്ടായിട്ടുള്ള സ്ഥലം അവർ തന്നെയാണ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എന്തായാലും നല്ല അക്കോമഡേഷനും നല്ല ഫുഡും കുട്ടികൾക്ക് ലഭിക്കുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അതൊരു സെക്രട്ടറി എന്നുള്ള നിലയിൽ അതൊക്കെ അന്വേഷിക്കാറുണ്ടോ? യെസ്, തീർച്ചയായിട്ടും അവരെ നമ്മുടെ ദ്വീപിലേക്ക് വന്ന് ഇറങ്ങുന്ന മുതൽ തിരിച്ചു പോകുന്നത് വരെ അവരുടെ അക്കോമഡേഷനെ കുറിച്ചും ഫുഡിനെ കുറിച്ചും അവരുടെ എല്ലാ എന്തൊക്കെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എല്ലാ വെൽഫെയറും അന്വേഷിക്കുക എന്നുള്ള ഉത്തരവാദിത്തം ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മത്സരങ്ങൾക്ക് ശേഷവും നമുക്ക് നിരവധി പുതിയ കായിക താരങ്ങളെയൊക്കെ പരിചയപ്പെടാം. ഇന്നലെ കണ്ട കായിക താരങ്ങളായിരിക്കില്ല, പുതിയ പെർഫോമൻസുമായിട്ട് പുതിയ കായിക താരങ്ങൾ കടന്നു വരികയാണ്. അപ്പോൾ നമുക്ക് പരിശീലനത്തിൻ്റെ സാധ്യതകളും അതിൻ്റെ ഒരു തീവ്രതയും അതിൻ്റെ സാധ്യതകളും കൂടി പരിപോഷിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഈ ഭാവി പരിശീലനവും പുതിയ ദേശീയതല മത്സരങ്ങൾക്കായുള്ള തയ്യാറെടുപ്പുകളും കുറച്ചുകൂടി മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. എന്തൊക്കെയാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? തീർച്ചയായിട്ടും ഓരോ വർഷങ്ങളിലും മത്സരത്തിന് പോകുന്നതിന് മുമ്പേ നമ്മൾ നന്നായിട്ട് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ചെയ്യിക്കണം. അപ്പോൾ അതിനുള്ള ടൈം എന്ന് പറയുന്ന ടൈം ബൗണ്ട് വളരെ കുറവാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്കൂൾ ടൈം കഴിഞ്ഞാലുള്ള ടൈമാണ് നമ്മൾക്ക് കോച്ചിങ് ക്യാമ്പിനൊക്കെ കിട്ടുന്നത്. അതും പരിമിതങ്ങളായ ടൈമാണ്. നമ്മുടെ സ്കൂൾ കുട്ടികൾ മദ്രസ കാര്യങ്ങളിലൊക്കെ പോകുന്നത് കൊണ്ട് തന്നെ നമ്മൾക്ക് മിക്കവാറും മോർണിംഗ് ടൈമിൽ കിട്ടിക്കോണമെന്നില്ല. പക്ഷേ ഈവനിങ് ആഫ്റ്റർ സ്കൂൾ അവേഴ്സിലാണ് നമ്മൾ ഈ ട്രെയിനിങ് കാര്യങ്ങളും നമുക്ക് നടത്താൻ പറ്റുന്നത്. അപ്പോൾ അതൊന്ന് ക്രമീകരിച്ചിട്ട് സ്കൂൾ ലെവലിൽ പോകുന്ന കുട്ടികൾക്ക് അഡ്വാൻസ് ആയിട്ട് നമുക്ക് ട്രെയിനിങ് കൊടുക്കാനുള്ള ടൈം പീരീഡ് തരികയാണെങ്കിൽ
തീർച്ചയായിട്ടും നമ്മൾക്ക് നല്ല ട്രെയിനിങ് കൊടുത്തു കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ ഏത് ദ്വീപിലെ കായിക ഇതിനുള്ള സെലക്ഷൻ നടത്തി കഴിഞ്ഞാലും ഒരു 1-2-3 മാസങ്ങൾക്ക് മുമ്പേ നമ്മൾ സെലക്ഷൻ നടത്തും. പിന്നെ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യും. ആ ഒരു സീക്വൻസിൽ വന്നിട്ടാണ് ടൂർണമെൻറ്റിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾക്ക് നല്ല ഒരു കോമ്പറ്റീഷൻ കാഴ്ചവെക്കാൻ പറ്റും. അത് കുട്ടികൾക്ക് നല്ല പെർഫോമൻസ് ഉണ്ടാകും. ഇപ്പോൾ ഏത് ദ്വീപിലെടുത്താലും നമുക്ക് ട്രെയിനിങ് ചെയ്യാനുള്ള മേഖലകളൊക്കെ ഉണ്ട്. നമ്മളുടെ ദ്വീപിൽ അവൈലബിൾ ആയിട്ടുള്ള ഫുട്ബോൾ കോച്ചസിനെ ഉപയോഗിച്ചിട്ട് നമ്മൾക്ക് ട്രെയിനിങ് നടത്താം. അവർക്ക് തന്നെ ഷെഡ്യൂളുണ്ട് ഓൾറെഡി. ഓരോ വർഷം എവിടെയൊക്കെ ട്രെയിനിങ് നടത്തണം എന്നുള്ള ഷെഡ്യൂൾ കലണ്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതനുസരിച്ച് അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും നമ്മൾ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സും കൂടി സപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് നല്ലോണം ബിൽഡ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ഈ സെലക്ഷൻ ടൂർണമെൻറ്റിലൂടെ വിജയിക്കുന്ന അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ടീമിന് ഡൽഹിയിലേക്ക് തിരിക്കുന്നതിന് മുമ്പായി അവർക്ക് പ്രത്യേക കോച്ചിങ് ക്യാമ്പ് കൊടുക്കണം. കാരണം ഇവിടുത്തെ കാലാവസ്ഥയും വ്യത്യാസമാണ്. നമ്മൾ നേരിട്ട ടീമായിരിക്കില്ല, നമ്മൾക്ക് മത്സരങ്ങളൊക്കെ പരിമിതമാണ്. അപ്പോൾ അതിനുവേണ്ടി ഒരു തയ്യാറെടുപ്പ് എന്നുള്ള നിലയിൽ പ്രത്യേക കോച്ചിങ് ക്യാമ്പൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും. നമ്മൾ ഇവിടുത്തെ ടൂർണമെൻറ്റ് കഴിഞ്ഞ് വിന്നേഴ്സ് ആവുന്ന സ്കൂളുണ്ടല്ലോ, അവർ പ്രീ പ്ലാൻഡ് ആയിട്ട് തന്നെ അവർ ട്രെയിനിങ് കാര്യങ്ങളും ചെയ്തിട്ടാണ് നമ്മൾ ഇൻ്റർനാഷണൽ ലെവലിലേക്ക് കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. അവരുടെ ട്രെയിനിങ് എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ ദ്വീപിൽ തന്നെ കണ്ടക്ട് ചെയ്യും, ഇല്ലെങ്കിൽ കേരളത്തിൽ കണ്ടക്ട് ചെയ്യും. പക്ഷെ അതിൽ നോർമൽ കണ്ടീഷൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഗ്രൗണ്ടും അവരുടെ ഗ്രൗണ്ടും സെയിം ആണ്. ഡൽഹിയിൽ എയർഫോഴ്സിൻ്റെ ഗ്രൗണ്ടിലാണ്. നമ്മുടെ ഗ്രാസ് കോർട്ടാണ്, നമ്മുടെ സെയിം കോർട്ട് തന്നെയാണ്. പിന്നെ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അഡാപ്റ്റേഷനാണ്. അവിടുത്തെ അന്തരീക്ഷവും നമ്മുടെ അന്തരീക്ഷവും നമ്മൾ വ്യത്യാസമുണ്ട്. അത് മാത്രമല്ല, നമ്മൾ കോമ്പറ്റീഷൻ നടത്തുന്ന ടൈമിലല്ല ഡൽഹിയിൽ കോമ്പറ്റീഷൻ നടത്തുന്നത്. നമ്മൾ മോർണിംഗ് 6:30 തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 9:30, 10:30 ഉച്ചയ്ക്ക് ശേഷം ഒരു 3 o'clock തുടങ്ങിയ അവിടെ അങ്ങനെയല്ല. നമ്മുടെ കളി വരുന്നത് ചിലപ്പോൾ 12 മണി, 1 മണി, 2 മണിയെല്ലാം ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു ചെറിയ പ്രശ്നങ്ങളുണ്ട്. പിന്നെ ആ ക്ലൈമറ്റ് ചേഞ്ചസ് നന്നായിട്ട് ബാധിക്കുന്നുണ്ട്. ഇത്രയും ദൂരം യാത്ര ചെയ്തു പോവുകയാണ്. യാത്രയുടെ ഒരു ഹാങ് ഓവർ ഉണ്ടാവും, അതുപോലെ തന്നെ യാത്രാ ക്ഷീണം ഉണ്ടാവും. ഇതൊക്കെ കളീനെ ബാധിക്കാറുണ്ട്? തീർച്ചയായിട്ടും അത് ബാധിക്കും. കാരണം നമ്മൾ ലോങ് യാത്രയാണ്. ഡൽഹിയിലേക്ക് 2 ദിവസം 2.25 ദിവസമൊക്കെ യാത്ര ചെയ്തിട്ടാണ് എത്തുന്നത്. പക്ഷെ അവിടെ പോയി കഴിഞ്ഞാൽ അവരുടെ താമസ സൗകര്യങ്ങളും ഭക്ഷണങ്ങളും ഒക്കെ നല്ല 5 സ്റ്റാർ ഫെസിലിറ്റീസിലൊക്കെയാണ് ലഭിക്കുന്നത്. എന്നിരുന്നാലും ആ ഒരു ക്ലൈമറ്റ് ചേഞ്ചസിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ബാക്കിയൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല. പെർഫോമൻസ് നന്നായിട്ട് വരുന്നുണ്ട്. ഏതായാലും നമുക്ക് നമ്മുടെ മത്സരങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരാം. ഇന്നലെ വ്യാഴാഴ്ച ഇവിടെ സുബ്രതോ കപ്പിൻ്റെ ഇനാഗുറേഷൻ ഫംഗ്ഷൻ ആയിരുന്നു. ആ മത്സരത്തിൻ്റെ ഇനാഗുറേഷൻ ഫംഗ്ഷനെ കുറിച്ചൊന്ന് പറയാം, എങ്ങനെയായിരുന്നു? ഇനാഗുറേഷൻ ഫംഗ്ഷൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ആദ്യമായിട്ട് തന്നെ നമ്മുടെ ചീഫ് ഗസ്റ്റിനെ വരവേൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഒരു മാസ് ഡിസ്പ്ലേ ഉണ്ടായിരുന്നു. അതിന് കോർഡിനേറ്റ് നമ്മുടെ മൗലാന സാർ, അദ്ദേഹമാണ് റിസപ്ഷൻ കമ്മിറ്റിയുടെ കൺവീനർ. അദ്ദേഹം വളരെ ഭംഗിയായിട്ട് ആ ഒരു റിസപ്ഷൻ ഒരുക്കിയിട്ടുണ്ട്. കുട്ടികളുടെ ആ ഒരു പെർഫോമൻസും അടിപൊളിയായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ആ റിസപ്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കാര്യപരിപാടിയിലേക്ക് കടന്നു. പിന്നെ പ്രത്യേകിച്ച് എടുത്തു വരാൻ നമ്മുടെ ചീഫ് ഗസ്റ്റ് ഡയറക്ടർ ഓഫ് സ്പോർട്സ് ആൻഡ് യൂത്ത്, ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ ഭരണി സാറിന് വളരെയധികം സന്തോഷം തോന്നി. അത് ആ ടൂർണമെൻറ്റ് ഉദ്ഘാടനം ചെയ്ത് തന്നെ സാറ് ബോൾ തട്ടിക്കൊണ്ടാണ് ഉദ്ഘാടനം ചെയ്തത്. ഭയങ്കര സപ്പോർട്ടായിരുന്നു. പിന്നെ നമ്മുടെ ഈ തുടക്കം തന്നെ മാർച്ച് പാസ്റ്റിലൂടെയാണ് തുടങ്ങുന്നത്. മാർച്ച് പാസ്റ്റ് വന്നു കഴിഞ്ഞ് ആ ഒരു സല്യൂട്ടൊക്കെ സ്വീകരിച്ച് കഴിഞ്ഞിട്ട് സാറിൻ്റെ ഒരു സംസാരത്തിൽ ഭയങ്കര സന്തോഷം തോന്നി. നമ്മൾക്കും ഈ ഇനാഗുറേഷൻ ആണല്ലോ നമ്മൾക്ക് ഏറ്റവും നന്നായി, ഇനാഗുറേഷൻ വെൽഡിക്ടറി ഫംഗ്ഷനാണ് നമ്മൾക്ക് ഏറ്റവും കളർഫുൾ ആക്കേണ്ടത്. അപ്പം നമ്മളാൽ കഴിയാവുന്ന അത്ര കളർഫുൾ ആക്കിയിട്ടുണ്ട്. സെക്രട്ടറി എന്നുള്ള നിലയിൽ മനസ്സ് നിറഞ്ഞു. അതുമാത്രമല്ല, നമ്മുടെ കമ്മിറ്റീസ്, നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്മുടെ ചെയർമാൻ, വൈസ് ചെയർമാൻ, പിന്നെ കമ്മിറ്റി മെമ്പേഴ്സ്, അവരുടെയൊക്കെ ഒരു കോർഡിനേഷൻ കൊണ്ട് മാത്രമാണ് നമ്മൾക്ക് ഇങ്ങനെ ഒരു വിജയം ഉണ്ടാക്കാൻ പറ്റുക. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ എല്ലാവരും നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് കാണാനുണ്ടായിരുന്നു ഡയറക്ടറുടെ ആ സംസാരത്തിൽ നിന്ന്. അപ്പോൾ ഈ ഒരു മത്സരത്തിന് വേണ്ടി തയ്യാറാവുന്നത് Under 17 ബോയ്സ് ആൻഡ് ഗേൾസ് അവരുടെ മത്സരമാണ് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മത്സരം തുടങ്ങിയതിന് ശേഷം ഞാനും കളി കാണാൻ വരുന്നുണ്ട്. എന്താ പറയുക, അത്ര ഒരു നീറ്റായിട്ട് അതിൻ്റെ ഒരു കളിയുടെ നിയന്ത്രിക്കുന്ന റഫറീസ് ആയാലും ബാക്കിയുള്ള സംഘാടകരായാലും ഭയങ്കര നീറ്റായിട്ട് ഒരു എന്താ പറയുക, ഒരു അന്തർദേശീയ കളി കാണുന്ന ആ ഒരു ഫീൽ കിട്ടുന്നുണ്ട്. അത്ര അച്ചടക്കത്തോടു കൂടി കളി സംഘടിപ്പിക്കുന്നു. ഈ സംഘാടകരെ കുറിച്ച്, അതായത് റഫറീസ്, ബാക്കി വരുന്ന ആൾക്കാരെ കുറിച്ച് എങ്ങനെ എന്തായാലും കാഴ്ചപ്പാട്? അല്ല, തീർച്ചയായിട്ടും ഒരു ടൂർണമെൻ്റ് വിജയം എന്ന് പറയുന്നത് നമ്മുടെ സംഘാടകരാണ്. അപ്പോൾ നമ്മൾ ഇത് ഒരു പ്ലാൻഡ് ആയിട്ട് ഒരു മിഷനാണ്. ഈ മിഷൻ തീർക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഷെഡ്യൂൾ ചെയ്യും. ഓരോ മാച്ചും ഷെഡ്യൂൾ ചെയ്തിട്ട് ഫിക്ചർ ഇട്ട് കാര്യങ്ങളൊക്കെ കൊടുക്കും. അപ്പോൾ ടൈം ഷെഡ്യൂൾ എന്ന് ടൈം കീപ്പ് ചെയ്യുക എന്നുള്ള കീ പോയിന്റ് എന്ന് പറയുന്നത് ടൈം കീപ്പ് ചെയ്യുക.
അപ്പോൾ നമ്മൾ 6:30 കിക്ക് ഓഫ് ആണെങ്കിൽ 6 മണിക്ക് നമ്മൾ റെഡി ആയിട്ടുണ്ടാവും. ടീം റെഡിയായി ലൈനപ്പ് ഷീറ്റ് ചെയ്ത് 6:15 ടീം ലൈനപ്പ് ചെയ്തിട്ടുണ്ടാവും. ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് കൃത്യം 6:30 തന്നെ നമ്മൾ കിക്ക് ഓഫ് നടത്തും. അങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഒരു ദിവസം തന്നെ 5 മാച്ചോളം നമുക്ക് നടത്തേണ്ടി വരും. അപ്പോൾ ഈ മാച്ചുകളൊക്കെ തീർക്കണമെങ്കിൽ നമ്മൾ വെൽ പ്ലാൻഡ് ആയിട്ട് തന്നെ ടൈം ഷെഡ്യൂൾ കീപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയാൽ ഈ സംരംഭത്തിന് ഒരു അന്തിമ സഹകരണം ഉണ്ടാവണം. തീർച്ചയായിട്ടും അതിൽ എടുത്തു പറയേണ്ട വിവിധ ദ്വീപുകളിൽ നിന്ന് ടീം മാനേജേഴ്സാണ്. അവരെ കുട്ടികളെ റെഡിയാക്കി കൊണ്ടുവന്ന് ഗ്രൗണ്ടിൽ വന്ന് കൃത്യ ടൈമിൽ കീപ്പ് ചെയ്ത് കളിക്കുന്നതുകൊണ്ട് നമുക്ക് കളികളൊക്കെ നന്നായിട്ട് പോകും. പ്രത്യേകിച്ച് ഒഫീഷ്യേറ്റിംഗ് ഫീൽഡ് അവർ നല്ല അവെയറാണ്, എല്ലാ കാര്യങ്ങളെക്കുറിച്ചും റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഒക്കെ അവെയറാണ്. അപ്പോൾ അവരുടെയൊക്കെ ഇൻവോൾവ്മെൻറ്റ് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ കൊണ്ടുപോകുന്നത്. സംഘാടകൻ എന്നുള്ള നിലയിൽ, ഒരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ എന്നുള്ള നിലയിൽ, ഒരു ഫുട്ബോൾ കളിക്കാരൻ എന്നുള്ള നിലയിൽ നമ്മുടെ കായിക താരങ്ങൾക്ക് നൽകാൻ ഒരുപാട് സന്ദേശങ്ങളുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ കായിക താരങ്ങളിൽ ഒരുപാട് പ്രതീക്ഷകളുണ്ടാവും. ഈ ഒരു മത്സരങ്ങളിൽ ഒരുപാട് പ്രതീക്ഷകളുണ്ട്. എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്? അതിനെക്കുറിച്ച് പറയുകയാണ്, വിജയവും പരാജയവും കായിക ജീവിതത്തിൻ്റെ ഭാഗമാണ്, അല്ലേ? തീർച്ചയായും. അപ്പോൾ ആത്മവിശ്വാസത്തോടെയും അച്ചടക്കത്തോടുകൂടിയും സ്പോർട്സ്മാൻ സ്പിരിറ്റോടുകൂടിയും കളിക്കുക. മത്സരത്തിൽ പങ്കെടുത്ത എല്ലാ കായിക താരങ്ങൾക്കും ആശംസകൾ നേരുന്നു. രക്ഷിതാക്കൾ മക്കൾക്ക് തുടർച്ചയായ പിന്തുണ നൽകണം. ലക്ഷദ്വീപിൻ്റെ കായിക മികവ് ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും ഉയർത്തിക്കൊണ്ടുപോകാൻ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പ്രവർത്തിക്കാം. അതായത് ലക്ഷദ്വീപിലെ ഒരു കായിക വികസനത്തിനും ഗ്രാസ് റൂട്ട് ഫുട്ബോളിനും സുബ്രതോ കപ്പ് നൽകുന്ന സംഭാവനയെക്കുറിച്ച് ഒരു സെക്രട്ടറി എന്നുള്ള നിലയിൽ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ സ്കൂളുകളിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ പീരീഡ് ഉണ്ടല്ലോ. അപ്പോൾ ആ ടൈമിൽ കുട്ടികളെ ഈ റൂട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ മൈനർ ഗെയിമിലൂടെ, ചെറിയ കുട്ടികളെ മൈനർ ഗെയിമിലൂടെ നമ്മളിങ്ങനെ വളർത്തിക്കൊണ്ടുവരും. അപ്പോൾ ഒരു വർഷം കഴിയും തോറും, ഇപ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഇൻ്റർ JB എന്നുള്ള മത്സരങ്ങൾക്ക് കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ സ്കൂൾ തുടങ്ങുമ്പോൾ, സ്കൂളിലെ റീഓപ്പണിങ് കഴിഞ്ഞ് ഒരു 1 വീക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിത് സ്റ്റാർട്ട് ചെയ്യും. ഫിസിക്കൽ എഡ്യൂക്കേഷൻ പീരീഡിൽ കുട്ടികൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ വ്യക്തമായിട്ടുള്ള പ്ലാൻ ഉണ്ടാവും, ഈ വർഷത്തേക്ക് എന്തൊക്കെ ചെയ്യണം. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ അത്ലറ്റിക്സിലായാലും ഫുട്ബോളിലായാലും നമ്മളിങ്ങനെ ഓരോ ഗെയിം പ്ലാനിലൂടെ നമ്മളിങ്ങനെ കൊണ്ടുവരും. അപ്പോൾ ആ ഒരു ഇൻ്റർ JB മത്സരങ്ങൾ കഴിയുമ്പോഴാണ് ഇവർക്ക് അടുത്ത ലെവലിലേക്ക് പോകുന്നത്. 5ാം ക്ലാസ് കഴിയും 6ാം ക്ലാസ്സിലേക്ക് ആകുമ്പോഴത്തേക്ക് ലക്ഷദ്വീപ് സ്കൂൾ ഗെയിമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവർക്ക് ആ ഏജായി. അപ്പോൾ അവിടെ നിന്ന് ലക്ഷദ്വീപ് സ്കൂൾ ഗെയിംസിലേക്കുള്ള സെലക്ഷൻ പ്രോസസ്സ് നടത്തും, അവരുടെ വർക്കൗട്ട് നടത്തും, അങ്ങനെ കോമ്പറ്റീഷൻ കൊണ്ടുപോകും. ഓരോ വർഷം കഴിയുന്തോറും പുതിയ കായിക താരങ്ങൾ നമ്മൾ ഉയർത്തുന്നതിലേക്ക് വരും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, കുട്ടികളെ ട്രെയിൻ ചെയ്ത് കൊണ്ടുപോകും. അപ്പോൾ ഇതിന് നമ്മളെ ഈ ഒരു സംരംഭത്തിന് സഹായിക്കാനായി നമ്മുടെ ലക്ഷദ്വീപിലെ അത്ലറ്റിക് കോച്ച് ജവാസ് സാറ് കോച്ചിങ് നടത്തുന്നുണ്ട്. അതേപോലെ ഫുട്ബോൾ റാമത്തുള്ള സാറും ഷിറാസ് സാറും ഉണ്ട്. ഇങ്ങനെ വരുമ്പോൾ പിന്നെ ആന്ധ്രോത്തിന് എടുത്തു കഴിഞ്ഞാൽ സായി സെൻ്ററുണ്ട്. കടമത്തെ എടുത്തു കഴിഞ്ഞാൽ ഖേലോ ഇന്ത്യ സെൻറ്ററിൽ അത്ലറ്റിക് കോച്ചുണ്ട്. അവിടെ അത്ലറ്റിക് സെൻ്ററുണ്ട്. ഇവിടെ കവരത്തി എടുത്തു കഴിഞ്ഞാൽ ഖേലോ ഇന്ത്യ വോളിബോൾ സെൻ്ററുണ്ട്. ഇങ്ങനെ ഓരോ നാട്ടിലും പോയി അവർ ട്രെയിനിങ് നടത്തി പുതിയ കുട്ടികളെ കണ്ടെത്തി അവരെ മുന്നോട്ട് കൊണ്ടുപോകും. അങ്ങനെ നമ്മളെ നാഷണൽ ലെവലും ഇൻ്റർനാഷണൽ ലെവലിലേക്കും കുട്ടികളെ ഉയർത്തിക്കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ കൈകോർത്ത് പിടിച്ച് ശ്രമിക്കുന്നതുകൊണ്ടായിരിക്കാം നമ്മുടെ കോച്ചസ് ആയാലും നമ്മുടെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സ് ആയാലും അതുപോലെ തന്നെ നമ്മുടെ ബാക്കി കായിക പ്രേമികളായാലും എല്ലാവരും ഇങ്ങനെ കൈകോർത്ത് പിടിക്കുന്നതുകൊണ്ട് തന്നെയാണ് നമുക്ക് അന്തർദേശീയ നിലവാരത്തിലുള്ള കായിക താരങ്ങളൊക്കെ വളർത്തിയെടുക്കാൻ സാധിച്ചത്. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഈ ഒരു ടൂർണമെൻറ്റിൽ മത്സരിക്കുന്ന കുട്ടികൾക്കും പിന്നെ അവരെ പിന്തുണക്കുന്ന നമ്മുടെ രക്ഷിതാക്കൾക്കും നാട്ടുകാർക്കും അവരോടൊക്കെ നൽകാനുള്ള ഒരു സന്ദേശം എന്താണ്? നമ്മൾ കൊടുക്കുന്ന സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രമാണ് കായിക താരങ്ങൾ മുമ്പോട്ട് വരിക. നമ്മുടെ രക്ഷിതാക്കൾ നമ്മളുടെ കുട്ടികളിലുള്ള കായിക മികവുകൾ അറിഞ്ഞുകൊണ്ട് അവരെ ഈ സംരംഭത്തിലേക്ക് ഇറക്കി വിട്ടാൽ മാത്രമേ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്തെ കുട്ടികളെ എത്തിക്കാൻ പറ്റൂ. അപ്പോൾ നാട്ടുകാരോടും കായിക താരങ്ങളോടും നമ്മുടെ സ്കൂളിലുള്ള അധ്യാപകരോടും രക്ഷിതാക്കളോടും പറയാനുള്ളത്, നമ്മുടെ കുട്ടികൾക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കി കൊടുക്കുക. ഉള്ള ഓപ്പർച്യൂണിറ്റീസ് കുട്ടികളെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വിടുക. എത്രത്തോളം പാർട്ടിസിപ്പേഷൻ ഉണ്ടോ അത്രത്തോളം നല്ല ടീമിനെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ മാക്സിമം കുട്ടികൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ട്. അതിനുവേണ്ടി അവരെ പറഞ്ഞേക്കുക, എല്ലാവിധ സപ്പോർട്ടും നൽകുക എന്നാണ് രക്ഷിതാക്കളോടും കായിക താരങ്ങളോടും പറയാനുള്ളത്. ആകാശവാണിയുടെ ഒരു ക്ഷണം സ്വീകരിച്ച് ഈ ഒരു തിരക്കിനിടയിലും ഇവിടെ വന്നതിനും വിവരങ്ങളൊക്കെ പങ്കുവച്ചതിനും ഒരുപാട് നന്ദി അറിയിക്കുന്നു. താങ്ക് യു വെരി മച്ച്.
ഇന്ത്യൻ എയർഫോഴ്സിലെ ആദ്യത്തെ എയർ മാർഷലായിരുന്ന സുബ്രതോ മുഖർജി. അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കായി വർഷം തോറും സംഘടിപ്പിക്കുന്ന സുബ്രതോ കപ്പ് ഇൻ്റർനാഷണൽ ഫുട്ബോൾ ടൂർണമെൻറ്റിനായി ലക്ഷദ്വീപ് ടീം സെലക്ഷൻ മത്സരത്തിൻ്റെ ഓർഗനൈസിംഗ് സെക്രട്ടറിയും PM ശ്രീ ഗവൺമെൻറ് സീനിയർ സെക്കൻഡറി സ്കൂൾ കവരത്തിയിലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപകനുമായ ശ്രീ ആഷിഖ് എമ്മയുമായി മുഹമ്മദ് നിഷാം നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്. നന്ദി, നമസ്കാരം.